എങ്ങനെയാണ് തൊപ്പി കേരളത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് സ്ട്രീമിംഗ് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്തത്? ഇനി ഇത് നോക്കുക. തൊപ്പിക്ക് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കൊടുത്ത ഒരു കോൺട്രാക്ട് ആണ്. ചോദിക്കല്ലേ ഞാൻ ഒരു ഫിഗർ പറയാം, നിങ്ങൾ ഇങ്ങനെ ഓടിക്കും $1 മില്യൺ ഡീലാണ്. പക്ഷെ ഈ സെയിം തൊപ്പിയാണ് ഈ 1.5 വർഷം മുമ്പ് ഈ ഓരോ മണ്ടത്തരങ്ങളും കാട്ടിക്കൂട്ടുന്നത്. തൊപ്പിയാണെങ്കിൽ ആക്ച്വലി ഒരു ജീനിയസ് ആണോ അതോ ഭൂലോക മണ്ടനാണോ? പക്ഷെ എനിക്ക് തോന്നിയത് രണ്ടും കൂടി ചേർന്ന ഒരു ഹൈബ്രിഡ് ടോസ് എന്നാണ്. കാരണം തന്റെ ചാനൽ തൊപ്പി പോലും അറിയാതെ ചെയ്ത പല മണ്ടത്തരങ്ങളും ചാനലിന്റെ ഗ്രോത്തിലേക്കാണ് കൊണ്ടുപോയത്. ഞാൻ തൊപ്പിയുടെ ചാനൽ കഴിഞ്ഞ 2 ആഴ്ച റിസർച്ച് ചെയ്യുകയായിരുന്നു. കാരണം ഒന്നേ ഉള്ളൂ, തൊപ്പിയുടെ സ്ട്രാറ്റജി വീഡിയോ ചെയ്യൂന്ന് പറഞ്ഞ് ഒരു കൂട്ടം തൊപ്പി ഫാൻസ് ആർമി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊപ്പിയുടെ ചാനലിന്റെ സ്ട്രാറ്റജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഴയ ലൈവുകൾ ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങി. ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കേരളത്തിലെ ടോപ്പ് ലൈവ് സ്ട്രീമറിന്റെ ജീനിയസ് സ്ട്രാറ്റജി കണ്ടുപിടിക്കുക. പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ടും ഇതൊക്കെ അല്ലാതെ എനിക്ക് വേറെ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു എഡിറ്റിങ്ങോ തമ്മയിലോ വീഡിയോക്ക് ടൈറ്റിൽ പോലും നേരെയില്ല. പിന്നെ എങ്ങനെയാണ് തൊപ്പിക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഞാൻ വീണ്ടും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് 3 സ്റ്റെപ്പ് ഇക്വേഷൻ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇത് തൊപ്പി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇത് കുറെ മണ്ടത്തരങ്ങൾ ചെയ്തപ്പോൾ അതിന്റെ കൂടെ അറിയാതെ ചെയ്ത മണ്ടത്തരങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 3 സ്റ്റെപ്പ് ഇക്വേഷനിലെ 1, 2 തൊപ്പിയുടെ മണ്ടത്തരങ്ങൾ ഉൾപ്പെടുമെങ്കിലും തൊപ്പിയുടെ റിയൽ സ്ട്രാറ്റജി കാണാൻ കഴിയുന്ന ഇക്വേഷൻ 3-ലാണ്. ഈ ഒറ്റ മൂവിൽ തന്നെ തൊപ്പി ഒരു ജീനിയസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 3 സ്റ്റെപ്പ് ഇക്വേഷനിലെ ആദ്യത്തെ ഇക്വേഷൻ ആയിരുന്നു റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഈ വാക്ക് തൊപ്പി ജീവിതത്തിൽ പോലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇത് തൊപ്പി തന്റെ ചാനൽ അപ്ലൈ ചെയ്തത്? ആദ്യം റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അതിന് സക്സസിന് കാരണമായ പല കാര്യങ്ങളും വേറൊരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഇത് പൊതുവെ യൂട്യൂബ് ചാനൽസിനും റെയർലി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് തൊപ്പിയുടെ ചാനൽ വന്നത്? ഇത് അറിയണമെങ്കിൽ നമുക്ക് 6 വർഷം പിറകിലോട്ട് പോകേണ്ടി വരും. 2019 ജൂലൈ 22-ന് തന്റെ ആദ്യത്തെ ഗെയിമിംഗ് വീഡിയോ തൊപ്പി അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 2021 അവസാനമായപ്പോൾ തൊപ്പിയാണെങ്കിൽ തന്റെ 100K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ മുഴുവൻ തൊപ്പിയുടെ ഗെയിം പ്ലേ വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കാണിക്കുന്ന ഒരു മണ്ടത്തരവും ചെയ്യാതെയാണ് തൊപ്പി ഇവിടെ 100K സബ്സ്ക്രൈബേഴ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ എങ്ങനെയാണ് ഇവിടെ തൊപ്പിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്? അത് നോക്കിയപ്പോഴായിരുന്നു തൊപ്പി വൺ ഓഫ് ദി എക്സലന്റ് ഗെയിമർ ആയിരുന്നു. കാരണം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അവിടെ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞത് നമ്പർ 1 സ്നൈപ്പർ ഇൻ കേരള. സ്നൈപ്പേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് ഗെയിംസിൽ ദൂരെ വെടിവെക്കാൻ പറ്റുന്ന തോക്കുകളുടെ പേരാണത്. പക്ഷേ ഈ 100K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഒരു കാര്യമായ ഗ്രോത്ത് തൊപ്പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് തൊപ്പിയുടെ ചാനൽ സാധാരണ ഒരു ഗെയിമിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ മാത്രമായിരുന്നു. റവന്യൂ നോക്കിയാലും വളരെ കുറവ് മാത്രം. ആ സമയത്ത് തൊപ്പിയുടെ ചാനൽ പതിയെ ഡൗൺ ആവാൻ തുടങ്ങി. അങ്ങനെ 2021 തുടക്കത്തിൽ ഈ സ്റ്റാർട്ടഡ് ലൈവ് സ്ട്രീമിംഗ് ഈ ഒരൊറ്റ മൂവ്മെന്റ് ആണ് തൊപ്പിയുടെ ടേണിംഗ് പോയിന്റ്. ഈ സമയം തൊട്ടായിരുന്നു റിവേഴ്സ് എഞ്ചിനീയറിംഗ് തൊപ്പി അറിയാതെ തന്നെ അപ്ലൈ ചെയ്തത്. തൊപ്പിയുടെ ചാനൽ നോക്കിയാൽ തൊപ്പി ആദ്യം ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയത് ഒരു ഇംഗ്ലീഷ് യൂട്യൂബറിന്റെ കറക്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടായിരുന്നു. അത് തൊപ്പി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ തൊപ്പി കോപ്പി ചെയ്ത ചാനല് ഇന്ന് വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബ് ചാനലാണ്. പക്ഷേ ഇവിടെ തൊപ്പിയുടെ ചാനൽ നോക്കിയാൽ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബ് ചാനലും ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റി കാണാൻ കഴിയും. നോക്കുക, തൊപ്പി കോപ്പി ചെയ്ത് ആൾറെഡി സക്സസ്ഫുൾ ആയ ഒരു ഇംഗ്ലീഷ് യൂട്യൂബറിനെ ആയിരുന്നു. വേണമെങ്കിൽ തൊപ്പിയുടെ കൂടെ ജനിക്കാതെ പോയ തന്റെ ഒരു അനിയനാണെന്ന് വേണമെങ്കിൽ പറയാം. തൊപ്പി തന്റെ ലൈവിൽ കാട്ടിക്കൂട്ടിയതല്ല. ഈ ഐഷോ സ്പീഡ് എന്ന യൂട്യൂബർ പണ്ടേ തന്റെ ചാനൽ ചെയ്തതായിരുന്നു. ഇവരുടെ മുടി തന്നെ നോക്കുക. ഇനി ഐഷോ സ്പീഡ് എന്ന യൂട്യൂബർ പലപ്പോഴും ഉടുപ്പിടാതെയാണ് ലൈവ് സ്ട്രീമിംഗ് ചെയ്തത്. ഇനി തൊപ്പിനെ നോക്കൂ. ഇവിടെ ആൾറെഡി മണ്ടത്തരങ്ങൾ കാണിച്ച് സക്സസ്ഫുൾ ആയ ഒരു ക്രിയേറ്റർ ആയിരുന്നു ഐഷോ സ്പീഡ്. പക്ഷേ തൊപ്പി ആ സക്സസ്ഫുൾ ആയ കാര്യങ്ങളായിരുന്നു തന്റെ ചാനൽ കോപ്പി ചെയ്തത്. സോ ഇതിലൂടെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് തൊപ്പിയുടെ ചാനലിനും വർക്ക് ആവുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇനിഷ്യലി തൊപ്പിക്ക് നല്ലൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ തൊപ്പി വൈറലാവാൻ തുടങ്ങിയത് ഇവിടെയല്ല. അവിടെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത്, ദി കൾട്ട് മാസ്റ്റർ. ഈ ഒരു ഇക്വേഷനാണ് യൂട്യൂബ് അൽഗോരിതത്തിനെ ട്രിഗർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തുടക്കത്തിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് തൊപ്പിയാണെങ്കിൽ കുറെ കുട്ടികളെ വെച്ച് ഒരു ഹാർഡ് കോർ ഫാൻസ് ഉണ്ടാക്കിയെടുത്തു. അത് ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ തൊപ്പി കുറെ നെഗറ്റീവ് ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇതിനാണ് തൊപ്പിയെ ഗ്രോ ചെയ്യാൻ സഹായിച്ചതെന്ന് പറയാം. കാരണം തൊപ്പി ലൈവ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു തൊപ്പിയെ കഥക് പൊട്ടിച്ചിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ ഈ സ്ക്രീനിൽ പറയുന്ന വാക്ക് റോളിൽ പാട്ടായി പാടിയതിനാണ്. ഈ അറസ്റ്റ് ചെയ്ത വാർത്ത ചാനലുകളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ട്രോളുകളും റിയാക്ഷൻസും പല യൂട്യൂബേഴ്സും ചെയ്യാൻ തുടങ്ങി. ഇതിലൂടെ തന്നെ തൊപ്പിയുടെ ഓഡിയൻസ് ബേസ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു.
പകുതി ഓഡിയൻസ് തൊപ്പിയുടെ മണ്ടത്തരങ്ങൾ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ബാക്കി പകുതി പേര് തൊപ്പിയെ തെറി വിളിക്കാൻ മാത്രം തൊപ്പിയുടെ വീഡിയോ കാണുന്നവരായി മാറി. പക്ഷെ ഇവിടെയായിരുന്നു ഒരു ട്വിസ്റ്റ്. യൂട്യൂബ് അൽഗോരിതത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ തൊപ്പിയുടെ കോണ്ടന്റ്സിന് കൂടുതൽ എൻഗേജ്മെന്റ് വരുന്നുണ്ട്. അതായത് കൂടുതൽ കമന്റ്സും ലൈക്സും ഡിസ്ലൈക്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഡിസ്ലൈക്സ് വന്നാൽ റീച്ച് കുറയില്ലേ എന്നായിരിക്കും. യൂട്യൂബ് എവിടെയും പറഞ്ഞിട്ടില്ല ഡിസ്ലൈക്സ് വന്നാൽ യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തില്ല എന്ന്. സോ ഇതിലൂടെ തന്നെ തൊപ്പിയുടെ ഹേറ്റേഴ്സ് തന്നെ തൊപ്പിക്ക് നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കി കൊടുത്തു. ഇതിലൂടെ തന്നെ തൊപ്പിയുടെ കോണ്ടന്റ്സ് കൂടുതൽ വൈഡർ ഓഡിയൻസിലോട്ട് എത്താൻ തുടങ്ങി. പക്ഷെ ഈ സമയത്ത് തൊപ്പിക്ക് വേണ്ടി ഒരു കൾട്ട് ഗ്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും കൂടാതെ തന്നെ തൊപ്പി വേറെ പോപ്പുലർ ആയിട്ടുള്ള പല തൊപ്പിയുടെ വേവ് ലെങ്തുള്ള ആൾക്കാരെ കൊണ്ടുവന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഓഡിയൻസും തൊപ്പിയുടെ ഓഡിയൻസും കറക്റ്റ് വേവ് ലെങ്തിലുള്ള ആൾക്കാരാണ്. അതായത് തൊപ്പിയുടെ വീഡിയോസ് ഇവർ കാണാനും ഇവരുടെ ഓഡിയൻസ് തൊപ്പിയുടെ വീഡിയോസ് കാണാനും ഇഷ്ടപ്പെടുന്നവരാണ്. സോ ഇതിലൂടെ തന്നെ ഇവരുടെ ഓഡിയൻസ് ഒക്കെ തൊപ്പിലോട്ട് വരാനും തുടങ്ങി. പക്ഷെ തൊപ്പിക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിലും തൊപ്പിക്ക് ഈ ഇക്വേഷൻ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് സ്ട്രീമർ ആവാൻ തൊപ്പിക്ക് കഴിഞ്ഞത്? ഈ ഒരൊറ്റ ഇക്വേഷനാണ് തൊപ്പിയുടെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ഇക്വേഷൻ. മുകളിൽ പറഞ്ഞ പലതും തൊപ്പി അറിയാതെ ചെയ്തതാണെങ്കിൽ ഇത് തൊപ്പി അപ്ലൈ ചെയ്ത ഇക്വേഷൻ ആയിരുന്നു. നിങ്ങൾ തൊപ്പിയുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ തൊപ്പിയുടെ ക്ലിപ്സ് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിലും റീൽസിലും നിറയെ വരുന്നുണ്ടായിരിക്കും. കാരണം തൊപ്പിയുടെ ഒരൊറ്റ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്റെ യൂട്യൂബ് ഷോർട്സ് മുഴുവൻ തൊപ്പിയുടെ ക്ലിപ്സ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതിനിപ്പോൾ എന്തെന്നായിരിക്കും. പക്ഷേ ഈ ക്ലിപ്സ് എല്ലാം തൊപ്പി ഇൻഡസ്ട്രിയിൽ ചെയ്യിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ നോക്കുക, ഇതെല്ലാം തൊപ്പിയുടെ ഫാൻ പേജസ് ആണ്. അതായത് ഈ ചാനൽസിൽ ഒരെണ്ണത്തിൽ പോലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. യൂട്യൂബിന്റെ പുതിയ പോളിസി കാരണം ഇതെല്ലാം റീയൂസ്ഡ് കോണ്ടന്റിൽ വരുന്നതാണ്. പിന്നെ എന്തിനായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 100 തൊപ്പി ഫാൻ പേജസ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വരുന്നത്? ചിലപ്പോൾ ഇതിലെ കുറച്ച് ഫാൻ പേജസ് തൊപ്പിയോടുള്ള ഇഷ്ടം കൊണ്ട് തുടങ്ങിയതായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രയേറെ ഫാൻ പേജസ് വരുന്നത്? ഇത് നിങ്ങൾ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ കാണാൻ കഴിയും. ഇവിടെ ഈ സ്ട്രാറ്റജീനെ കോണ്ടന്റ് ക്ലിപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇത് പൊതുവെ ചെയ്യുന്നത് ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ് ആണ്. അവർ ടീമിനെ ഹയർ ചെയ്യും. എന്നിട്ട് അവർ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ യൂട്യൂബറിന്റെ ഇൻട്രസ്റ്റിംഗ് മൊമെന്റ് കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യുക. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് ഷോർട്ട് ഫോം കോണ്ടന്റ്സ് ആണ്. ഇതിലൂടെ തന്നെ തൊപ്പിക്ക് വലിയൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. അതും കൂടാണ് തൊപ്പിയുടെ ക്ലിപ്സ് എടുത്ത് നോക്കിയാൽ തൊപ്പി കോപ്പറേറ്റ് കൊടുക്കാറില്ല. സോ ഇതുകൊണ്ട് തന്നെ തൊപ്പിയുടെ വീഡിയോസ് വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞ് പലരും അപ്ലോഡ് ചെയ്യും. ഇത് മിസ്റ്റർ ബീസ്റ്റ് പോലത്തെ വേൾഡിലെ ബിഗ്ഗസ്റ്റ് യൂട്യൂബർ വരെ ഇത് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ബീസ്റ്റിന്റെ ഏത് വീഡിയോ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് മിസ്റ്റർ ബീസ്റ്റ് തരത്തില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മിസ്റ്റർ ബീസ്റ്റ് തന്നെ പറഞ്ഞതാണ്. React to my videos on your Twitch stream, your whatever stream. Clip my videos, put it on TikTok. I don't care. Just make sure you get views. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മിസ്റ്റർ ബീസിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. എക്സാമ്പിൾ, വേറൊരാൾ അപ്ലോഡ് ചെയ്ത് മിസ്റ്റർ ബീസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് കരുതുക. അങ്ങനെ ഇതുപോലത്തെ കോണ്ടന്റ്സ് നിങ്ങൾ കണ്ടുകൊണ്ട് മിസ്റ്റർ ബീസിന്റെ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ നേരെ മിസ്റ്റർ ബീസിന്റെ വീഡിയോസ് കാണാൻ പോവുകയാണ്. നേരെ നിങ്ങൾ ഫാൻ പേജസിൽ പോയി കാണോ അതോ റിയൽ മിസ്റ്റർ ബീസിന്റെ ചാനലിൽ പോയി കാണുമോ? സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മിസ്റ്റർ ബീസിന് കുറച്ചും കൂടി ഓഡിയൻസിനെ തന്റെ ചാനൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ സെയിം കാര്യം തന്നെയാണ് തൊപ്പി അറിയാതെ ആയാലും ചെയ്തത്. തൊപ്പിയുടെ കോണ്ടന്റ് ക്ലിപ്പിംഗ് സ്ട്രാറ്റജിയും നോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മൂവും ഓരോ ഫാൻ പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ തൊപ്പിയുടെ കോണ്ടന്റ് ഇന്റർനെറ്റ് മുഴുവൻ നിറയുകയും അതിലൂടെ തൊപ്പിയുടെ ചെറിയ ക്ലിപ്സ് ഉണ്ട് ആൾക്കാർ തൊപ്പിയുടെ മെയിൻ ലൈവ് കാണാൻ വരികയും ചെയ്യും. സോ നിങ്ങൾക്ക് തൊപ്പിയെ കുറിച്ച് എന്താണ് തോന്നുന്നത്? തൊപ്പി ഒരു ജീനിയസ് ആണോ അല്ലെങ്കിൽ പൊട്ടൻ ലോട്ടറി അടിച്ചതാണോ? എന്റെ അഭിപ്രായത്തിൽ തൊപ്പിക്ക് കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും അതിനൊരു ഉദാഹരണം മാത്രമാണ്. അതും കൂടാതെ തന്നെ ഈ ഒരു 1.5 വർഷത്തിനിടയിൽ തൊപ്പി 2 ബിസിനസ്സിലധികം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൊട്ട ലോഡ്സ് എന്ന് പറയുന്ന വീഡിയോ ചാറ്റിംഗ് ആപ്പും തൊപ്പി മെർച്ചൻഡൈസും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടാതെ തന്നെ ഓരോ സമയത്തും തൊപ്പിയുടെ ഓഡിയൻസ് പതിയെ കൂടിക്കൂടി വരുന്ന സമയത്ത് തൊപ്പിയുടെ കോണ്ടന്റ് ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അതാണെങ്കിൽ നിങ്ങൾ തൊപ്പിയുടെ ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ വീഡിയോസിലും ഓരോ പുതിയ കാര്യങ്ങൾ തൊപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ തൊപ്പിയുടെ ചാനലിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, തൊപ്പിയുടെ അടുത്ത ബന്ധുവായ ഐഷോസ്പിയുടെ ചാനൽ സ്ട്രാറ്റജി നമ്മൾ നേരത്തെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ കമന്റിലും ഇവിടെയും കൊടുത്തേക്കാം.